ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്കൊരു സ്നാക്സ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. വളരെ എണ്ണയിലോ ഒന്നും അല്ല ഉണ്ടാക്കിയെടുക്കും. ഞാൻ ആവിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഹെൽത്തി പലഹാരം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ടത് കഴിക്കുകയും ചെയ്യും. എണ്ണയൊക്കെ കഴിക്കാനായിട്ട് നമുക്കൊരു ചിലപ്പോൾ മടിയുള്ളവർക്ക് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ആവിലെടുത്തിട്ടുണ്ട്. വെള്ളയായാലും ചുവപ്പായാലും ഒന്നും കുഴപ്പമില്ല. 2 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ടത് ഒന്ന് കഴുകണം കേട്ടോ. വാഷ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ബൗളിലോട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചങ്ങ് ഇതാക്കി കളയരുത്. അപ്പം ഇത് വെള്ളം പിടിക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പോളം വെള്ളം അതിലോട്ടൊന്ന് ഒഴിച്ചൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു വെള്ളത്തിലൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഞാനതങ്ങനെ ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ഞാനതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നെയ്യാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. അതിനുശേഷം കുറച്ചൊരു 2 സ്പൂണോളം ഉഴുന്ന് പരിപ്പാണ്, അതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടാലാണ് ഇതിനൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഉഴുന്ന് പരിപ്പൊന്ന് നമുക്കൊന്ന് മൂത്ത് വരട്ടെ, കരിയരുത്. അപ്പോൾ നന്നായിട്ടതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചുമന്ന കളറിൽ വരും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു പിടി കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കപ്പലണ്ടിയുടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് ക്രഷ് ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് 2ആയിട്ട് പിളർന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പിടിയോളമാണ് എടുത്തിരിക്കുന്നത്. അതും അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനൊരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒരു ഇടത്തരം സവാളയാണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കണം. ഇതൊരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി 2-3 പച്ചമുളക് എരിവിനായിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ എരി വേണമെന്നുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അതും അതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കഴിയുമ്പോഴാണ് നമ്മളുണ്ടാക്കുന്ന ഈ പലഹാരത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിത് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിനി നിങ്ങൾക്ക് കായപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് 1 കപ്പോളം തേങ്ങയാണ്. അപ്പോൾ തേങ്ങയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്ത് തേങ്ങയ്ക്ക് അളവൊന്നുമില്ല. തേങ്ങ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടെ, എന്നാൽ കൂടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പോളമാണ് എടുത്തിരിക്കുന്നത്. അത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോരുത്. ആ ഒരു മാറിയാൽ മതി. എന്നിട്ട് നമുക്കെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിത് തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ച് നമ്മുടെ അവിലില്ലേ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് അങ്ങ് ഇതാക്കരുത്, കാരണം നമുക്കതൊന്ന് പിടിച്ച് ഉരുട്ടിയൊക്കെ എടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് അത് കുതിർന്ന് എല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സില്ലേ, തേങ്ങയും സവാളയൊക്കെ ആ മിക്സ് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കേട്ടോ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ തേങ്ങയും. അപ്പോൾ തേങ്ങ കൂടിപ്പോലെ അതാ പറയുന്നത് ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അവിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്നതാണല്ലോ. അപ്പം നമുക്ക് അത് നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ ഉരുട്ടുന്ന സമയത്ത് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ നമ്മുടെ കയ്യിലോട്ട് തടവി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ കയ്യിലോട്ട് തടവി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പിനാണ് ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പം ഈ ഒരു ഷേപ്പിനാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോളായിട്ട് പിടിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. കാരണം ഇത് എണ്ണയിലൊന്നും അല്ലല്ലോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്, നമ്മൾ ആവിയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തിയുമാണ്, എല്ലാവർക്കും വളരെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള അവിലിൻ്റെ കൂട്ടും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ആ ഷേപ്പിനനുസരിച്ച് എടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ ഓരോ അളവിലായിട്ട് എടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ തടവുമ്പോൾ നമുക്ക് കയ്യിൽ അതങ്ങനെ പിടിക്കില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ആവി കയറ്റണം. നമുക്കിതൊന്ന് അവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു നമ്മുടെ സ്റ്റീമറിൻ്റെ ഒരു തട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വാഴയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം വാഴയിലും കൂടി ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ അതിലോട്ട് നെയ്യൊക്കെ തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുക്കാം. ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ ബ്രഷ് ചെയ്തിട്ടുണ്ടല്ലോ, എണ്ണ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തുള്ളൂ. അതുകൊണ്ട് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. വളരെ നമുക്ക് അതങ്ങനെ അടുത്തടുത്ത് വെച്ച് നമുക്കതങ്ങനെ വേവിച്ചെടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഇഡ്ഡലി പാത്രം ചീത്തായി പോയതുകൊണ്ട് ഞാൻ ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിൽ നമ്മുടെ ഈ ഒരു ഓട്ടപാത്രം ഉണ്ടല്ലോ അതിങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അങ്ങനെയാണ് ഞാനിവിടെ സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റീം ഇങ്ങനെയൊക്കെ എടുക്കാമല്ലോ. അപ്പം ഞാൻ എല്ലാം ഇതിലൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിനെ മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. 15 മിനിറ്റ്, ഒരു 10-12 മിനിറ്റ് തന്നെ ശരിയാവും. എനിക്കൊരു 15 ചെറിയ ഫ്ലെയിമിലാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതിനോടൊപ്പം കഴിക്കാനൊരു ചമ്മന്തി കൂടി തയ്യാറാക്കുന്നുണ്ട്. അതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചമ്മന്തിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചമ്മന്തി ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ്, ചായക്ക് ഒപ്പ് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഞാൻ എടുത്ത് നോക്കി. അപ്പോൾ ഈ പരിപ്പും കടലപ്പരിപ്പും ഒക്കെ കടലപ്പരിപ്പ് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഉഴുന്ന് പരിപ്പും നമ്മുടെ കപ്പലിൻ്റെയൊക്കെ ഇട്ടതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ്. ഇത് ചമ്മന്തിയും തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചമ്മന്തിയിലോട്ട് മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റായിട്ടാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊന്ന് മുറിച്ച് കാണിക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചമ്മന്തിയിലോട്ട് മുക്കി കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കഴിച്ച് എനിക്ക് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്, നല്ല ടേസ്റ്റ്. ഇപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.